ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് സ്ട്രക്ചർ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ കുറച്ച് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് റിയാക്ട് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ SRC ഫോൾഡറിനകത്ത് കൊണ്ടിടല്. അതിനേക്കാളും നല്ലത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റം കോമ്പോണന്റ് നമ്മളൊരു വേറൊരു ഫോൾഡറിനകത്ത് കൊണ്ടിടണം. സോ ഇവിടെ ഞാൻ ഒരു 2 ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തത്. ഒന്ന് കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റം കോമ്പോണൻസ്, പിന്നെ ഒന്ന് CSS ഫോൾഡർ. CSS ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കോമ്പോണന്റിനാണോ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കോമ്പോണൻസിനകത്ത് നമ്മൾ നേരത്തെ കോർ കോൺസെപ്റ്റ് നമ്മൾ ചെയ്തായിരുന്നു. അത് നേരെ SRC ഫോൾഡറിലാണ് കിടന്നത്. ഞാൻ നേരെ കോമ്പോണൻസ് ഫോൾഡറിനകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇടുമ്പോൾ നമ്മൾ ഈ പാത്തും കൂടെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമ്മൾ കറക്റ്റ് പാത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് പാത്ത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഞാൻ പുതിയൊരു header.js ഫയൽ ക്രിയേറ്റ് ഉണ്ട്. header.js ഫയൽ വേറെ ഒന്നല്ല, ഈ app.jsനകത്ത് ഒരു ഹെഡർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഹെഡർ ഫംഗ്ഷനെ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് ഞാനിവിടെ പുതിയൊരു ഫയലിനകത്ത് കൊണ്ടാണ് ഇട്ടത്, header.js. ഇത് ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ app.jsനകത്ത് നമുക്ക് ഹെഡർ ഫംഗ്ഷൻ ഉണ്ട്. സോ അതിനകത്ത് ഹെഡറിനകത്ത് കുറെ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് app.js കോഡ് ലെങ്ത് കൂടുതലാവും. അതുകൊണ്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് ഹെഡർ എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് നമ്മളെ എക്സ്പോർട്ട് ഡിഫോൾട്ട് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ. സോ ഇതാണ് നമ്മുടെ പുതിയൊരു കസ്റ്റം കോമ്പോണന്റ് header.js. സോ ഇതിന്റെ header.jsന് തന്നെ ഒരു കറസ്പോണ്ടിങ് ഞാനൊരു CSS ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, header.css എന്ന് പറയുന്ന ഒരു ഫയൽ. ഓക്കെ, സോ ഇവിടെ ഞാനൊരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്, ഹെഡർ കഴിഞ്ഞിട്ട് H1. ഓക്കെ, ഹെഡർ ടാഗിന്റെ അകത്ത് തന്നെ H1 ടാഗിനകത്ത് വരുമ്പോൾ H1 ടാഗിലുള്ള കണ്ടന്റ്സ് എല്ലാം കളർ പിങ്ക് ആക്കാനുള്ള ഒരു CSS സ്റ്റൈൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ CSS ഫയല് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ CSS ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ട് ഇങ്ങനെ ./CSS/header.css എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ലോഗോ ഇതൊക്കെ എല്ലാം ഞാൻ ഇവിടെ app.jsനകത്ത് ഇരിക്കുന്ന സാധനം എല്ലാം ഞാൻ ഇവിടെ header.jsനകത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ബിൽഡ് ചെയ്യുമ്പോൾ ഓക്കെ, ആക്ച്വലി ഇവിടെ കണ്ട ഇതാണ് ഹെഡർ ടാഗിന്റെ H1 ടാഗിനകത്തുള്ള ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിലുള്ള എല്ലാം കളറും പിങ്ക് ആക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ യെല്ലോ ഗ്രീൻ ആക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ എല്ലാത്തിലും യെല്ലോ ഗ്രീൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ header.js ആക്ച്വലി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് app.jsനകത്താണ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. സോ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എന്താ പറയാ ഒരു പ്രോജക്റ്റിന്റെ ഫോൾഡർ സ്ട്രക്ചർ ഒരു നീറ്റ്നെസ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ വേണം നമ്മൾ ഇപ്പൊ ഒരു കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കോമ്പോണൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. സോ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,